നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രാചീന മാന്ത്രിക ചക്രങ്ങളുടെ 4-മത്തെ ഭാഗമാണ്. ആദ്യത്തെ 3 ഭാഗവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് വീണ്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മാന്ത്രിക ചക്രങ്ങളെന്നും അതുപോലെ പ്രാചീന തരത്തിലുള്ള ചിഹ്നങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ എന്താണെന്നും എങ്ങനെയാണ് പഴയ കാരണവന്മാർ ഉപാസകർ അതിനെ ശക്തിപ്പെടുത്തിയിരുന്നതെന്നും. ഇന്ന് കുറച്ച് ദേവതാ ചക്രങ്ങളും അതുപോലെ പ്രാചീന ചക്രങ്ങളും കാണിക്കുന്നുണ്ട്. അതിൻ്റെ വിധികളും പറയുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരു മന്ത്രവും യന്ത്രഗായത്രിയും മന്ത്രഗായത്രിയും എങ്ങനെയാണ് ഒരു മലയാള അതുപോലെ പേരുള്ള ദേവതാചക്രത്തിൽ എങ്ങനെയാണ് ഒരു പൂർണ്ണമായിട്ട് ചെയ്യുന്നതെന്നും ഒരു അവസാനം വിധിയായിട്ട് പറയുന്നതാണ്. PDF മെമ്പേഴ്സിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം തന്നെ. ഇന്ന് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഞ്ചാക്ഷരി ചക്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പഞ്ചാക്ഷരി ജപം നിത്യം ജപിക്കുന്നവരാണ്. അവർ സ്വയരക്ഷയ്ക്കും അതുപോലെ സ്ഥലരക്ഷയ്ക്കും വേണ്ടി എങ്ങനെയാണ് യന്ത്രങ്ങൾ വരയ്ക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് അന്ന് ആദ്യം തന്നെ നിങ്ങളെ പഞ്ചാക്ഷരി ചക്രം പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നിത്യം പഞ്ചാക്ഷരി ജപിക്കുന്നവരാണ്. പഞ്ചാക്ഷരിയുടെ ബലം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സ്വയരക്ഷ നിർത്താവുന്നുള്ള ഒരു ലളിതമായ പഴയ മാന്ത്രിക പ്രയോഗങ്ങളാണ്. ഇതിലെല്ലാം ചതുരത്തിൽ നമ്മൾ മന്ത്രം സ്ഥാപിച്ചാണ് ചെയ്യുന്നത്. പൊതുവെ 16 കോഷ്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത് ഇതിനെ. ഈ പ്രയോഗം തന്നെ പഴയ അക്കങ്ങൾ നിറച്ച അക്കപ്പടം എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. അക്കപ്പട പ്രയോഗം നിങ്ങളെ പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. അതിൽ കുറച്ച് വിധികളുണ്ട്, എങ്ങനെയാണ് അക്കപ്പടം തുടങ്ങുന്നതെന്നും അതിൻ്റെ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ 12 രാശികൾ വരച്ച് ഏത് ദിവസം ദിക്ക് തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ ഉപാസന പദ്ധതികളും പറയുന്നതാണ്. അതുപോലെ ഒരു മന്ത്രം സ്ഥാപിച്ച് ചെയ്യുന്ന ഈ പഞ്ചാക്ഷരി പ്രയോഗം, ഇതിലെ ഈ നടുക്ക് കാണുന്നത് സർവരക്ഷാ യന്ത്രമാണ്. ഇത് നമുക്ക് ശരീരത്തിൽ സ്ഥാപിക്കുന്നതാണ്. സർവ്വസങ്കടങ്ങൾക്കും സർവ്വപീഡയ്ക്കും നമഃശിവായ എന്ന മന്ത്രം സ്ഥാപിച്ച അതിൻ്റെ തന്നെ ഇപ്പോൾ ശിവായ നാം അങ്ങനെ നമ്മൾ ഇങ്ങനെ അക്കപ്പടമാക്കി സങ്കല്പിക്കുകയാണ്. അതിൻ്റെ മൂലമന്ത്രം ഇതാണ്. ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എങ്ങനെയെന്ന് പറയാം. ആദ്യം ഇത് ചെമ്പിലാണ്. ഈ ചക്രങ്ങൾ പിന്നീട് പറയുന്നതാണ്. ഈ ചക്രം ശരീരത്ത് ധരിക്കുന്ന സർവ്വ പീഡയ്ക്കും സർവ്വ ദോഷങ്ങളും മാറുന്നതിന് വേണ്ടി ധരിക്കുന്നത്. ചെമ്പ് തകിടിൽ നമ്മൾ ഈ ചക്രം വരയ്ക്കണം. 21 ദിവസം ശിവപഞ്ചാക്ഷരി 108 ഉരു ജപിച്ച് തൊട്ട് ജപിക്കണം. എന്നിട്ട് അത് അന്ന് തന്നെ ഓരോ ദിവസം ജപം കഴിഞ്ഞിട്ട് അത് ഭസ്മത്തിൽ മുക്കി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പൂജാമുറിയിൽ തന്നെ വെക്കണം. അങ്ങനെ 21-ാമത്തെ ദിവസം നമ്മൾ 108 ജപിച്ച് പിന്നീട് അവസാനം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെറിയൊരു പ്രാണപ്രതിഷ്ഠാ സങ്കല്പം കൊടുക്കുന്നതെന്ന് പറയുന്നതാണ്. അതുകൂടെ ചെയ്ത് സാധ്യനാമവും കൂടെ എഴുതി നമ്മളത് ചുരുട്ടി നമ്മുടെ ശരീരത്തിൽ സ്ഥാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേ തന്നെ ഇത് ഈ പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്കെന്ന് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥല സംരക്ഷണം അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങളും നമുക്ക് ഭൂമിയിലോ ഗ്രഹത്തിലോ വരാതിരിക്കാനും ഈ മൂർത്തികളുടെ ആചാരങ്ങളൊക്കെ തടയാനും ഒരു പരിധിവരെ പഞ്ചാക്ഷരി ജപത്തിൻ്റെ പ്രയോഗമാണിത്. ഈ ഇങ്ങനെ നമഃശിവായ എന്നും യനമഃശിവായ എന്നും ഉള്ളതൊക്കെ പടിഞ്ഞാറ് സ്ഥാപിക്കണം. ഇവിടെ കിഴക്ക് നമ്മളിങ്ങനെ വായ നമഃശി അങ്ങനെ നമ്മളെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വടക്ക് ഇങ്ങനെ യനമഃശിവ എന്നുള്ളത് തന്നെ, തെക്ക് ശിവായ നമ എന്ന് തന്നെ വീണ്ടും ഇങ്ങനെ ഈ 4 ചെമ്പ് തകിടിൽ ഇതേ വിധി തന്നെയാണ് ജപിച്ച്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഇത് എല്ലാം ഒരു ദിവസം തന്നെ നമുക്ക് തൊട്ട് 108 ജപിച്ചതിന് ശേഷം ഇത് നമുക്ക് ശരീരത്തിൽ സ്ഥാപിക്കാനും മറ്റേത് നമ്മൾ ഭസ്മത്തിൽ നിന്ന് അവസാന ദിവസം ഭസ്മം അടക്കം നമ്മൾ കുഴിച്ച് മണ്ണിനടിയിൽ സ്ഥാപിക്കേണ്ടതാണ്. 4 ദിക്കിലും പടിഞ്ഞാറ് വീടിൻ്റെ വടക്ക് തെക്ക് കിഴക്ക് ഇങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. മൂലമന്ത്രം എപ്പോഴും ജപിക്കുന്ന പോലെ ഓം നമഃശിവായയാണ്. ധ്യാനങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പ്രയോഗം പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ദേവതാചക്രം തന്നെയാണ് ഉള്ളത്. ഇത് പന്നിമുഖി ചക്രമാണ് അല്ലെങ്കിൽ വാരാഹി ചക്രം എന്ന് പറയും. വാരാഹിയുടെ പേരാണ് പഞ്ചമി എന്നും പന്നിമുഖി എന്നും ഒക്കെയുള്ള കുറച്ച് നാടൻ ഭാവങ്ങളാണ് പറയുന്നത്. ഇതിന് മന്ത്രവുമുണ്ട്. ഇത് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് സർവ്വ സംരക്ഷണത്തിനും ശത്രു ബാധകളിൽ നിന്ന് രക്ഷയ്ക്കും, പിന്നുള്ളത് അപസ്മാരം എന്ന അസുഖത്തിന് വേണ്ടിയാണ്. അപസ്മാരത്തിനുള്ള മന്ത്രമല്ല, അപസ്മാരത്തിന് വേറെ ഒരു മന്ത്രമാണ്. അത് ജപിച്ച് ഗുരുതിയിലൊക്കെ മുക്കിയിട്ട് ഇത് യന്ത്രം പക്ഷേ ഒന്ന് തന്നെയാണ്. ഇവിടെ ഇങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. ഓം നമോ ഭഗവതേ പന്നിമുഖി അമ്മേ സോ സർവഭി ഹം എന്ന് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് വരയ്ക്കേണ്ടത് ഈയത്തിൻ്റെയോ ചെമ്പിൻ്റെയോ തകിടിലാണെന്നാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഷീറ്റ് ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഇരുമ്പ് നാരായം കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ പന്നിയുടെ ചിഹ്നം വരയ്ക്കാം. പന്നിമുഖി വാരാഹിയുടെയാണ്. അതിനുശേഷം ഈ മന്ത്രം ഓം നമോ ഭഗവതോ ഓം പന്നിമുഖി അമ്മേ വാരാഹി കുടൽമാല കുത്തു ചീന്തി നിൽക്കും പന്നിമുഖി അമ്മേ, നീ എനിക്ക് വശമായി 4442 മന്ത്രമൂർത്തികളെ അടക്കി, 72 ഭദ്രകാളിയെ അടക്കി, 18 കുറുക്കെ അടക്കി, 16 മൈരിയെ അടക്കി, ഇടങ്കാക്കിൽ ഇടമുളിച്ചയെ അടക്കി, വലങ്കാക്കൽ വലമുളിച്ചയെ അടക്കി, പേയടക്കി മാട്ടടക്കി, സർവശത്രു നാശങ്ങളെ അടക്കി എനിക്ക് അനുകൂലമായിരിക്കുക ഓം പന്നിമുഖി അമ്മയെ സ്വാഹ എന്നുള്ള മന്ത്രം 64 ഉരു തൊട്ട് ജപിക്കണം എന്നാണ് പറഞ്ഞത് പഞ്ചമി ദിവസങ്ങളിൽ. അത് നമ്മുടെ ചന്ദ്രൻ്റെ
പഞ്ചമി നാളിൽ രാത്രിയിൽ ഇത് ചെയ്ത് നമുക്ക് ശരീരത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. സർവ്വ രക്ഷയാണ് ഫലം. ഒറ്റ ദുർമൂർത്തികൾ, പ്രേതം, ഭൂതം, പിശാചുകൾ ഒന്നും വരില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആണ് വാരാഹി ചക്രം അല്ലെങ്കിൽ പഞ്ചമി ചക്രം, പന്നിമുഖി ചക്രം എന്നുള്ള ഒരു പഴയ ഇതാണ്. ഇനി അപസ്മാരത്തിനാണെങ്കിൽ അപസ്മാര മന്ത്രമാണ് അവിടെ ചേർക്കേണ്ടത്. ചക്രത്തിൻ്റെ ചിഹ്നം ഇങ്ങനെ തന്നെയാണ്. അതിന് അതിന് വേറെ പ്രയോഗങ്ങളോടാണ്, അത് അടുത്ത വീഡിയോയിൽ വേണേൽ പറയാവുന്നതാണ്. അതിൽ ഗുരുതി ഒക്കെ കൂട്ടി അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതൊരു പ്രയോഗമാണ്, സാധ്യൻ്റെ തലയിൽ ഒഴിഞ്ഞ് എടുക്കേണ്ടതാണ്. ഇനി അടുത്തത് നിങ്ങളെ കാണിക്കുന്നത്, ഇനി അങ്ങോട്ടുള്ളതെല്ലാം ദേവതയുടെ പേരില്ല. നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ തരം ചക്രങ്ങളാണെന്ന്. ഈ ചക്രങ്ങൾക്ക് പേരൊന്നുമില്ല, ദേവതയുടെ പേരില്ല. ഇത് ദേഹരക്ഷാ യന്ത്രം പോലെയാണ്. ഇതും നോക്കിയാൽ കാണാം, നമുക്ക് 16 കളം പോലെ വരച്ചിട്ടാണ്. ഇവിടെ ഈ ഹ്രൂം ഉള്ള റാ കൊണ്ടുള്ള ഇതാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദേഹരക്ഷാ യന്ത്രമാണ്. ചെമ്പലഴുകിൽ കൂടുതലാക്കി ശരീരത്തിൽ കെട്ടുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം യന്ത്രഗായത്രി മന്ത്രം കാണിച്ചു തരുന്നതാണ്. മന്ത്രഗായത്രി 3 ഉരുവാണ് അത് തൊട്ട് ജപിക്കേണ്ടത്. ഇത് ദേഹരക്ഷായന്ത്രമാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നിങ്ങളെ കാണിക്കുന്നത് അതേപോലെ തന്നെ വശ്യയന്ത്രമാണ്. നമുക്ക് ഇത് ചെമ്പുതകിടിൽ സാധ്യനാമം ചേർത്തെഴുതി ഗുരുതി നിറച്ച ഒരു മൺകുടുക്കയിൽ സ്ഥാപിച്ച് അടപ്പുകൊണ്ട് മൂടിക്കെട്ടി വീട്ടിൽ അടുപ്പിൽ സ്ഥാപിച്ചാൽ പിരിഞ്ഞുപോയവർ തിരിച്ചു വരും. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലാണ് വശ്യം പൊതുവെ ചെയ്തിരുന്നത്. അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോയവർ തിരിച്ചു വരാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. ഗുരുതി നമ്മൾ നിറച്ച് അതിൽ ഇത് ചെമ്പിലെഴുതി നമ്മൾ ഒരു കുടുക്കയിൽ സ്ഥാപിച്ച് വീട്ടിലെ അടുപ്പിൽ ചാരം മാറ്റി അവിടെ അങ്ങനെ സ്ഥാപിക്കുകയാണ്. അല്ലെങ്കിൽ കാരണം വീണ്ടും അവിടെ അടുപ്പ് കത്തിക്കണം. അപ്പോൾ ആ ചൂട് ഉരുകി അവർ തിരിച്ചു വരും എന്നാണ് പ്രയോഗം. വളരെ ലളിതമാണ്. ഹ്ര എന്നും ഉ എന്നുമുള്ള ചിഹ്നങ്ങളാണ് അക്കത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സൈഡിലെല്ലാം തൃശൂലങ്ങളാണ്. നേരത്തെ നിങ്ങൾക്ക് ഇതേ സമാനമായുള്ള ചക്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഇത് സർവ്വബാധാമൂർത്തികളെ അടക്കുവാൻ വേണ്ടിയാണ്. ചെമ്പുതകിടിൽ എഴുതി കെട്ടുന്ന ചക്രമാണിത്. ഇത് തെറ്റിപ്പോയതാണ്, ഇങ്ങനെയില്ല, കിട്ടുന്ന ചക്രമാണിത്. ഇതിന് പേരുകളൊന്നുമില്ല. ഇതിലെ സ്ഥാപനം ഇങ്ങനെയാണ്. തേച്ച് അർത്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് ഇത് സ്ഥാപിക്കേണ്ടത്. ഇതിങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ചെമ്പുതകിടിൽ എഴുതിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ സർവ്വമൂർത്തികൾ ഉണ്ടെങ്കിൽ അത് അടങ്ങുകയും ചെയ്യും, ശരീരത്തുള്ള ദോഷങ്ങൾ മാറുകയും ചെയ്യും. ഇനിയുള്ളതും അതേപോലെ ശത്രു സംഹാരത്തിനുള്ള ചക്രമാണ്. ഇത് ഇങ്ങനെയില്ല, ചക്രത്തിന് പേരില്ല. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ബീജാക്ഷരങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ഉണ്ട്, ഓ ഉണ്ട്, ദ്രി എന്നുള്ള ബീജമൊക്കെ ചേർത്തിട്ടുണ്ട്. ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് എഴുതി ചുരുട്ടി കയ്യിൽ വെക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റ് ചക്രങ്ങളിലൊക്കെ ഇപ്പോൾ സാധ്യനാമം നമ്മൾ എഴുതി അത് പ്രാണപ്രതിഷ്ഠയുടെ പറയും. ഇവിടെ അതിൽ സാധ്യനാമവും പേരും നക്ഷത്രവും ഒക്കെ എഴുതേണ്ടതാണ്. ശത്രു സംഹാരത്തിനായിട്ട് എഴുതി നമ്മളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ചാൽ അത് നമ്മൾ ശത്രുവിൻ്റെ പുരയിടത്ത് സ്ഥാപിക്കുകയൊന്നുമല്ല. ചെമ്പുതകിൽ എഴുതി നമ്മളുടെ തന്നെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ നമുക്കെതിരെ അടുക്കുകയില്ല എന്നാണ്. സംരക്ഷണമാണ്. ഇനി ഇത് ഒരു ദേവതാ ചക്രമാണ്. ഇത് വടുക ചക്രമാണ്. വടുക ഭൈരവ അല്ലെങ്കിൽ ക്ഷേത്രപാല ഭൈരവ ചക്രമാണ്. അപ്പോൾ ഇതിനൊരു മന്ത്രമുണ്ട്. ഓം ഹ്രീം വടുകായ വടുകനാഥായ ചോരനാശായ ക്ഷേത്രപാലനായ ഹുംഭട്ട് സ്വാഹ. ഇതിലിങ്ങനെ കണ്ണി വരച്ചിട്ട് കണ്ണിക്കകത്ത് ഈ മന്ത്രം സ്ഥാപിക്കുന്നുണ്ട്. ഓം ഹ്രീം വടുകായ ഇങ്ങനെ വടുകനാഥായ എന്നുള്ള ക്ഷേത്രപാലനായ ഹുംഭട്ട് സ്വാഹ എന്നാണ് മന്ത്രം. ഇനി ഇതെങ്ങനെ സ്ഥാപിക്കണമെന്ന് വെച്ചാൽ ചെമ്പുതകിടിൽ എഴുതി 108 ജപിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് സ്ഥാപിക്കണമെന്നുണ്ട്. പ്രാണപ്രതിഷ്ഠാ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അവസാനം കാണിക്കുന്നതാണ്. അത് കള്ളന്മാർ ശത്രുക്കൾ അടുക്കുകയില്ല, ഭയം ഓടിപ്പോവും. ഇത് ചോരനാശം, അതായത് പണ്ട് പറമ്പിലൊക്കെ മോഷണം നടക്കാതിരിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു കർമ്മമാണ് വടുകഭൈരവ യന്ത്രം എഴുതി സ്ഥാപിക്കുന്നത്. ചോരന്മാർ കള്ളന്മാർ ആരും അടുക്കുകയില്ല. ഇതുകൊണ്ട് വളരെ വേറെ ഗോപ്യമായ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. കള്ളനെ ശ്വാസം മുട്ടിക്കുന്ന പോലുള്ള കുറേ പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന കാലത്ത് അങ്ങനത്തെ ഒന്നും ആവശ്യം ഉള്ള കാര്യങ്ങളില്ല. ഇത് സർവ്വ സംരക്ഷണത്തിന് വേണ്ടി ജപിക്കേണ്ട വിധാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും പ്രാചീന ചക്രങ്ങൾക്ക്, ഇതിന് യന്ത്രാചാരം മന്ത്രാചാരം അങ്ങനെ ഒന്നുമില്ല. ഇത് ചിഹ്നങ്ങൾ തന്നെയാണ്. നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇത് വശ്യത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പലരും ചോദിച്ചിരുന്നു. അതുപോലെ കൂടുതൽ പ്രയോഗങ്ങൾ ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് ഈ ചിഹ്നങ്ങൾ എഴുതുന്നത്. ഇവിടുത്തെ ചിഹ്നം ഓയും കായും രായുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ ഈ ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. പല ചക്രങ്ങളിലും കണ്ടതാണ്. ഷൂ എന്നുള്ളത് അല്ലെ ക്ഷ ചേർത്ത് വരുന്നത്, കുനിപ്പിടുന്നത് എല്ലാം വെറ്റിലയിൽ എഴുതിയിട്ട് പണ്ടത്തെ കാലത്തെയാണ് സ്ത്രീകൾ മുറുക്കുമ്പോൾ കൊടുക്കുന്നതാണ്. ഇന്ന് അത് വേറെ ഭക്ഷണത്തിൽ അങ്ങനെ കൊടുക്കുന്ന കൈവിഷം പോലുള്ള സാധനങ്ങളായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വിധികൾ ഒക്കെ ഇങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുന്നില്ല. ഇനി അടുത്തത് പലരും ചോദിച്ചിരുന്നു, ഗുളികന്റെ ദോഷം മാറാനും ഗുളികന്റെ ഉപദ്രവം മാറ്റുവാൻ വേണ്ടി ചെയ്യുന്ന ചക്രം. ഇതാണ് ഗുളികന്റെ ചക്രം. ഗുളിക ദൃഷ്ടി ഒഴിയാനുള്ളതാണ്. ഇതിന് മന്ത്രമുണ്ട്. ഓം പരമാത്മനെ സർവ്വജീവാത്മനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരായ ശക്തിസ്വരൂപായ നമശിവായ ശിവരൂപായ ഗുളികായ നമ. നമ്മളത് ഒരു ദിവസത്തെ അതാത് ദിവസത്തെ ഗുളികകാല സമയം കൃത്യമായിട്ട് നോക്കിയിട്ട് ആ സമയത്ത് തുടർച്ചയായി 7 ദിവസം 36 ഒരു വീതം ഈ യന്ത്രം തൊട്ട് ജപിക്കണം. ഈയത്തകിടിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈയത്തകിടിൽ വരച്ച് ശരീരത്തിൽ കെട്ടിധരിക്കുക.
ചെയ്താൽ ഗുളികദോഷം, അതിൻ്റെ ദൃഷ്ടിദോഷം പൂർണ്ണമായി ശമിക്കുന്നതാണ്. ഗുളികനെ ഒക്കെ വന്നിട്ടുണ്ട്, ദോഷങ്ങളുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. മന്ത്രം ഇതാണ്. ഗുളികൻ ചക്രമാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതിനും വീണ്ടും പ്രാചീന ചക്രങ്ങളാണ്. ഇതിനും സാധ്യനാമം മാത്രമാണ് വേണ്ടത്. ഇത് ശത്രു ഉപദ്രവത്തിന് വേണ്ടിയാണ്. കരിമ്പിന്മേൽ എഴുതി ശത്രുവിനെ വീട് കടത്തി എടുക്കുക, ശത്രു ഇളകും. അത് കരിമ്പ്, ഷുഗർ കെയിൻ എന്ന് പറയുന്ന കരിമ്പിൻ്റെ മേൽ എഴുതുന്ന ഇതാണ്. ചിഹ്നം ഇതാണ്. ഇത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചക്രമാക്കിയത് കണ്ടിരുന്നു. ഈ അക്ഷരം തന്നെയാണ്. ഇഷു എന്നുള്ള ഇക്ഷ കൊണ്ടുള്ള കുനിപ്പിട്ട ചിഹ്നമാണ്. ഇത് സർവ്വരോഗത്തിന് പേരും നമ്മുടെ നാളും കൂടെ ചേർത്തിട്ട് എഴുതി കെട്ടാവുന്നതാണ്. ഇത് 2 രീതികളിലാണ് പറയുന്നത്. ഓലയിൽ അല്ലെങ്കിൽ ചെമ്പ് തകിടിൽ സർവ്വരോഗത്തിനും എഴുതി കെട്ടുന്നതാണ്. ഇത് ഓ, ഹ്ര. അതുപോലെ ഈ ചിഹ്നം തന്നെയാണ്, ഷ്രൂ ഉള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചിഹ്നം കാണിച്ചിരിക്കുന്നത്. ഇതാണ് ചക്രങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു ഭാഗം കൂടി ചെയ്യുന്നതാണ്. നമുക്ക് വീരഭദ്ര ചക്രങ്ങളും നരസിംഹ ചക്രങ്ങളും ഒക്കെ പഴയ പ്രാചീന ചക്രങ്ങൾ കാണിക്കാൻ ഇനി അടുത്ത ഒരു പാർട്ടൂടെ ചെയ്യുന്നതാണ്. പിന്നീട് പലരും ചോദിച്ച പോലെ തന്നെ അഗ്നിദുർഗ ചക്രങ്ങൾ, അങ്ങനെ ദ്രാവിഡമായിട്ടുള്ള അല്ലെ പ്രാചീനമായിട്ടുള്ള കുറച്ച് ചക്രങ്ങളൂടെ നിങ്ങളെ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇനി ഇപ്രാവശ്യം ചോദിച്ച് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മന്ത്രഗായത്രി നിങ്ങളെ പറയുന്നു. ഇങ്ങനെയാണ് മന്ത്രഗായത്രി. മന്ത്രദേവായ വിദ്മഹേ മന്ത്രരാജായ ധീമഹി തന്നോ മന്ത്രപ്രചോദയാതെന്നും, യന്ത്രഗായത്രിയാണ് യന്ത്രദേവായ വിദ്മഹേ യന്ത്രരാജായ ധീമഹി തന്നോ യന്ത്രപ്രചോദയാതെന്നും എന്നാണ്. ഇനി പ്രാണപ്രതിഷ്ഠയുടെ ഒരു മന്ത്രമാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ PDF കൊടുത്തിരിക്കുക, നിങ്ങളെടുത്ത് വായിക്കുക. പ്രാണപ്രതിഷ്ഠ ഇങ്ങനെയാണ്. നമ്മൾ അക്ഷരങ്ങളെല്ലാം ചേർത്ത് ഇവിടെ ദേവദത്തസ്യ എന്നുള്ള ചേർക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ മന്ത്രം നമ്മൾ തൊട്ട് പറയുമ്പോൾ നമുക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മളുടെ പേരാണ് അവിടെ ചേർക്കേണ്ടത്. ഇപ്പം ഇവിടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമൻ എന്നാണെങ്കിൽ രാമസ്യ പ്രാണാം ഇഹ പ്രാണ എന്ന് അങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് എഴുതാം. അല്ല, പൊതുവായ പൂജകൾക്കാണെങ്കിൽ ഇപ്പം ഒരു പൊതുവായ ഒരു ഇതാണെങ്കിൽ ആ ദേവതാ ചക്രത്തിൻ്റെ പേര് നമുക്ക് ചേർക്കാം. നേരത്തെ ഇപ്പം കണ്ടോളെ പഞ്ചാക്ഷരി ചക്രം, അത് നമ്മൾ വീട്ടിലോ എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥാപിച്ച് വെച്ച് പൂജിക്കാൻ വേണ്ടിയാണെങ്കിൽ, ശരീരത്തിൽ സ്ഥാപിക്കാനാണെങ്കിൽ ആളിൻ്റെ പേര് ചേർക്കണം എന്നാണ് വിധിയുള്ളത്. പിന്നെ ഇതാണ് മന്ത്രം. ഇപ്പോഴും ഇതുപോലുള്ള മലയാള യന്ത്രങ്ങൾക്ക് ദശാങ്കവും ലിപിയും നാളും പേരും സാധ്യവും എല്ലാ യന്ത്രങ്ങൾക്കും എഴുതണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രാണപ്രതിഷ്ഠാ മന്ത്രമല്ലാതെ പൊതുവെ എഴുതുന്ന ഒരു മന്ത്രം കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ മന്ത്രം എല്ലാ യന്ത്രത്തിലും എഴുതണമെന്നാണ്, യന്ത്രത്തിന് ശക്തി വരാൻ വേണ്ടിയാണ്. പിന്നെ എങ്ങനെയാണ് സാധ്യം നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആവശ്യം നമുക്ക് ആ ശരീരരക്ഷയ്ക്കാണെങ്കിൽ ഇപ്പം അശ്വതി നക്ഷത്ര ജാതസ്യ നമ്മുടെ പേര് ചേർത്തിട്ട് ശരീരം പാലയ എന്ന് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ശരീരരക്ഷ രോഗയന്ത്രങ്ങൾക്കൊക്കെ അങ്ങനെ എഴുതാം. അതുപോലെ ഓരോ സാധ്യങ്ങൾക്ക് എഴുതേണ്ടത് അങ്ങനെയാണ്. സംസ്കൃതത്തിലാണെങ്കിൽ അങ്ങനെ, മലയാളത്തിലാണെങ്കിൽ അങ്ങനെ. നേരത്തെയുള്ള പ്രാചീന ചക്രങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പമാണ്. തൊട്ടുകൊണ്ട് ഇതിനെൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇതിന് ചൈതന്യം വരട്ടെ എന്ന് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് 3 തവണ ചെയ്ത് അതായിരുന്നു അതിൻ്റെ പ്രാണപ്രതിഷ്ഠ. ഇതിന് ഒരു മന്ത്രം നമ്മൾ പിന്നീട് ആചാര്യന്മാർ ചേർത്തതാണ്. മന്ത്രഗായത്രിയൊക്കെ കൊടുത്ത് അതിൻ്റെ സങ്കല്പം നമുക്കത് തൊടുമ്പോൾ നമ്മളിൽ നിന്ന് ആ സങ്കല്പം അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പാത്രമായിട്ട് കണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾക്ക് ഒരു അവസാന പാർട്ടൂടെ ചെയ്ത് യന്ത്ര പ്രയോഗങ്ങൾ തീർക്കുന്നതാണ്. നമസ്കാരം.